ഇലക്ടറൽ ബോണ്ട് കഥയിൽ ഒരു ഇടപാട് കൂടി പുറത്തുവരുന്നു. റിസർവ് ബാങ്കുമായി ഒരു ദശാബ്ദക്കാലത്തിലേറെ നീണ്ട തർക്കം ഒത്തുതീർപ്പായ മാസങ്ങളിൽ കൊടക് മഹീന്ദ്ര ഗ്രൂപ്പ് BJPക്ക് 60 കോടി നൽകി. ബാങ്കിൽ ഉദയ് കൊട്ടക്കിനുള്ള ഓഹരി പരിധിയെ ചൊല്ലിയായിരുന്നു കേന്ദ്ര ബാങ്കുമായുള്ള തർക്കം. 2013 ഫെബ്രുവരിയിൽ റിസർവ് ബാങ്ക് ഇറക്കിയ മാനദണ്ഡപ്രകാരം സ്വകാര്യ ബാങ്കിലെ പ്രൊമോട്ടർമാർക്കുള്ള ഓഹരി പരമാവധി 15%. അതിൽ കൂടുതലുണ്ടെങ്കിൽ പ്രവർത്തനം തുടങ്ങി 12 വർഷത്തിനകം ഓഹരി 15% കുറയ്ക്കണം. കൊടക് മഹീന്ദ്രയ്ക്ക് ബാങ്കിംഗ് ലൈസൻസ് ലഭിക്കുന്നത് 2003-ൽ. 2015-ൽ പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ ഓഹരി 40.02% അതിൽ 39.65% ഉദയ് കൊട്ടക്കിന്റേതും. RBI നിലപാട് കടുപ്പിച്ചതോടെ 2018 ഡിസംബറിൽ ബാങ്ക് കോടതിയെ സമീപിച്ചു. 13 മാസം കേസ് നടന്നു. പക്ഷേ 2020 ജനുവരി 29-ന് കോടതിക്ക് പുറത്ത് കേസ് ഒത്തുതീർപ്പായി. അതിനേക്കാൾ ശരി സ്വകാര്യ ബാങ്കിന് RBI വഴങ്ങിയെന്നതാണ്. 15%-ന് പകരം പ്രൊമോട്ടറുടെ ഓഹരി പരിധി 26%-ആക്കിയായിരുന്നു ഒത്തുതീർപ്പ്. ഈ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടന്ന മാസങ്ങളിൽ കൊട്ടക് ഗ്രൂപ്പിന് കീഴിലുള്ള ഇൻഫിന ലിമിറ്റഡ് BJPക്ക് നൽകിയത് 35 കോടി രൂപ. ഒത്തുതീർപ്പിനു ശേഷം അടുത്ത വർഷം 2021 ഏപ്രിലിൽ മറ്റൊരു 25 കോടി കൂടി ഇൻഫിന ഗ്രൂപ്പ് BJPക്ക് ഇലക്ടറൽ ബോണ്ട് വഴി നൽകുന്നു. അതും റിസർവ് ബാങ്കിന്റെ നിർണായക തീരുമാനത്തിന് തൊട്ടു മുമ്പ്. ഒരു ബാങ്കിന്റെ CEO അല്ലെങ്കിൽ മുഴുവൻ സമയ ഡയറക്ടറായി തുടരുന്ന പ്രൊമോട്ടറുടെ കാലാവധി 10 വർഷത്തേക്ക് പരിമിതപ്പെടുത്തണമെന്നായിരുന്നു RBI നിർദ്ദേശം. BJP 25 കോടി സംഭാവന സ്വീകരിച്ചതിന് ദിവസങ്ങൾക്കകം RBI പഴയ നയം ഉപേക്ഷിച്ചു. അതിൻ പ്രകാരം 17 വർഷ കാലാവധി പിന്നിട്ട ഉദയ് കൊട്ടക്കിനെ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറും CEOയുമായി തുടരാൻ അനുവദിച്ചു. ഇത് യാദൃശ്ചികമാണോ? അതോ റിസർവ് ബാങ്കും BJP പറയുന്നത് അനുസരിക്കുമെന്നാണോ?